എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു തോരനാണ്. ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ധാരാളം ഇലക്കറികളും അതുപോലെ നാരുവർഗ്ഗങ്ങൾ ചേർന്നിട്ടുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണല്ലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വളരെയധികം നാര് നിറഞ്ഞിട്ടുള്ള ഒരു തോരനാണ് ഇത്. നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലത് തന്നെയാണ്. ഇത് തയ്യാറാക്കുന്ന വിധം പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ള തോരനാണ്. ഒട്ടും തന്നെ കറുത്തു പോകാതെ അതുപോലെ തന്നെ കൈപ്പറിയാതെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. വാഴക്കൂമ്പെന്നും വാഴച്ചുണ്ടെന്നും കൊടപ്പനെന്നും ഒക്കെ പറയാറുണ്ട്. ഇതിൻ്റെ 2-3 പുറത്തെ പോളയൊന്ന് അടത്തി കളഞ്ഞിട്ട് ഞാൻ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ കയ്യിൽ ലേശം ഓയിലൊന്ന് തടവിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. കയ്യിലൊന്നും കറ പറ്റുകയില്ല. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് ലേശം വെള്ളം എടുത്ത് വെക്കണം പാത്രത്തിലോട്ട്. അരിഞ്ഞ് ആ ഒരു പീസെല്ലാം വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കറുത്തു പോകത്തില്ല ഈ തോരൻ വെച്ച് കഴിഞ്ഞാൽ. അല്ല, നമ്മളിത് അരിഞ്ഞൊരു പാത്രത്തിലോട്ട് വയ്ക്കുകയാണെങ്കിൽ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഇതെല്ലാം കറുത്തു പോകുന്നതായിട്ട് കാണാം. തോരനപ്പം നല്ലൊരു കളറും കിട്ടുകയില്ല. അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കറുത്തു പോകാതെ നല്ല കളറോടുകൂടി തന്നെ നമുക്ക് ഈ തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. മീഡിയം വലുപ്പമുള്ള 2 കൂമ്പാണ് നമ്മൾ തോരൻ തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള അരപ്പാണ് പിന്നീട് ഞാനിവിടെ പറയാൻ പോകുന്നത്. 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 തണ്ട് കറി ലീഫ്, 4 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ്. ഇത് നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കണം. മിക്സിയുടെ ജാറിൽ അരഞ്ഞു പോകരുത്. ഈ കൂമ്പിനോടൊപ്പം നമ്മൾ വൻപയറും കൂടെ ചേർത്താണ് തോരൻ തയ്യാറാക്കി എടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ വൻപയർ കുതിർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. വൻപയർ മാത്രമല്ല, ചെറുപയറും പരിപ്പും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഈ തോരൻ തയ്യാറാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ്. അരിഞ്ഞെടുത്ത കൂമ്പ് ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. തോരൻ തയ്യാറാക്കുന്ന തൊട്ട് മുമ്പെയാണ് ഇതുപോലെ അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുത്തേക്കുന്നത്. ഒന്ന് കഴുകിയിട്ട് നമ്മളിങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറയെല്ലാം പോയി കിട്ടും. ഒട്ടും തന്നെ കളർ വ്യത്യാസം ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകുമല്ലോ, നല്ല വെളുത്ത കളറോടുകൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി എടുത്താലോ. മൺചട്ടിയിലോട്ട് ഞാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കണമെന്ന് നിർബന്ധമില്ല. മൺചട്ടിയിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഞാൻ ഇതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകിനോടൊപ്പം ഞാൻ പിന്നീട് ചേർത്ത് കൊടുത്തത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മട്ട അരിയാണ്. അരിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അരി നല്ലതുപോലെ നമുക്ക് മൊരിഞ്ഞ് കിട്ടണം. അരിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കണം. തോരൻ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അരിയെല്ലാം പൊട്ടി നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് 8 പീസോളം ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും 1 തണ്ട് കറിലീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. സവോളയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റിയാണ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ചെറിയുള്ളിയുടെ ആകെ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടണം. 2 വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കിയൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മാത്രം മതി. ഉള്ളിയും വറ്റൽമുളകും എല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂമ്പ് ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. നമ്മൾ സാധാരണ കൂമ്പൊക്കെ അരിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് തിരുമ്മി കൊടുക്കാറുണ്ടല്ലോ. അതിന് പകരമാണ് ഞാനിവിടെ ഈ മൺചട്ടിയിലെ ആ ഓയിലൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കൂമ്പ് തോരനൊക്കെ എല്ലാവരും തയ്യാറാക്കി എടുക്കുന്നതായിരിക്കും. എന്നാൽ ഞാൻ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. ഇതുപോലെ അരിയൊക്കെ ഒന്ന് മൊരിച്ചിട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടത് തന്നെയാണ്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കൂമ്പൊക്കെ കറുത്തു പോകാതെ നമുക്ക് നല്ല കയ്പില്ലാത്ത തോരൻ തയ്യാറാക്കി എടുക്കാനും പറ്റും. 2-3 മിനിറ്റ് ഞാനൊന്ന് ആ ഓയിലുമായിട്ട് ഈ കൂമ്പിൻ്റെ പീസസ് എല്ലാം ഒന്ന് വഴറ്റിയെടുത്തു. ഇതിലോട്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ, അതൊന്ന് ഒതുക്കിയെടുത്തത് ഇതിൻ്റെ നടുഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ കവറായി നിൽക്കത്തക്ക രീതിയിൽ കൂമ്പിൻ്റെ പീസസ് എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് തല്ലിപ്പൊത്തി എടുക്കണം. അതിനുശേഷം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടിയത്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിവിടെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകല്, അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പയറ് ചേർത്ത് കൊടുക്കണം. പയറ് നമ്മൾ വേവിച്ച് വെച്ചതായതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. വൻപയർ ഞാൻ ആ വേവിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടെ തല്ലിപ്പൊത്തി ഒന്ന് വേവിച്ചെടുക്കണം.
വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. അതിനകത്ത് പയറും കൂടെ ചേർക്കുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ ഹെൽത്തി ആകുകയും ചെയ്യും. തോരനൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ ഉൾപ്പെടുത്തി ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക് ഉള്ളവർക്കാണെങ്കിലും വളരെ നല്ലത് തന്നെയാണ്. ഈ ഒരു രീതി തയ്യാറാക്കാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടതാണ്. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും കൂടെ മറന്നു പോകല്ല. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.